നമസ്കാരം, ഞാൻ ഡോക്ടർ വിജയരാജ്, സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കോഴിക്കോടിൽ ഫാമിലി മെഡിസിൻ കൺസൾട്ടൻ്റാണ്. ഇപ്പോൾ വേനൽക്കാലം പീക്കിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കാലാവസ്ഥ ചൂടാവും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്കറിയാം ചൂടത്ത് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ വന്നു കഴിഞ്ഞാലോ എന്താ ചെയ്യേണ്ടത്? ഇതിൽ പല ടൈപ്പും ഗ്രേഡ് ഉണ്ട്. സാധാരണ ഒരു ആൾ കുഴഞ്ഞു വീണാൽ പെട്ടെന്ന് റിക്കവർ ആവുന്നുണ്ടെങ്കിൽ സാധാരണ അതിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിലൊരു സീരിയസ് ആയിട്ടുള്ള സംഭവം ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അതിന് ഹീറ്റ് സ്ട്രോക്ക് എന്നാണ് പറയുക. ഹീറ്റ് സ്ട്രോക്ക് സംഭവിച്ച ആൾക്ക് അത് ആവണതിന് തൊട്ട് മുമ്പ് തന്നെ തലവേദന, തലകറക്കം, ഛർദി, ഒരു കുഴച്ചിൽ, ക്ഷീണം ഇതൊക്കെ ഉണ്ടായിന്ന് വരും. വീണ് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു സെമി കോൺഷ്യസോ അല്ലെങ്കിൽ അൺകോൺഷ്യസോ ആയിന്ന് വരും. ബോധം പോയിട്ടുണ്ടെങ്കിൽ ഫർദർ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനുള്ള സ്റ്റെപ്സ് ഉടനെ എടുക്കണം. എന്ന് വെച്ചാൽ ഇവരൊന്ന് ചെരിച്ച് കിടത്തുക, കാര്യത്തിലൊന്ന് പൊന്തിച്ച് കൊടുക്കുക, ഛർദ്ദിക്കാതെ നോക്കുക. അപസ്മാരം നടക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ഇഞ്ചുറീസിലേക്കൊന്നും എത്താതെ നോക്കാം. ഇതൊക്കെ ബേസിക്കാണ്. പക്ഷെ അതേസമയം ഈ ഹീറ്റ് സ്ട്രോക്ക് വന്ന് വീണ ആൾക്ക് പലപ്പോഴും ബോഡി ടെമ്പറേച്ചർ നല്ല ഹൈ ആയിരിക്കും. കൂടാതെ ഇവർക്ക് വേർക്കലൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ശരീരം ഉടനെ കൂളാക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരെ നല്ല തണുത്തൊരു അന്തരീക്ഷത്തിൽ കൊണ്ടുപോവുക. മേലൊരു തിന്നായിട്ടുള്ള കോട്ടണിൽ തുണി ഇട്ടിട്ട് ആ തുണി ഐസ് പോലെയുള്ള തണുത്ത വെള്ളം കൊണ്ട് നനച്ച് ആ ശരീരത്തിനെ പെട്ടെന്ന് കൂളാക്കണം. ഉടനെ തന്നെ ഇങ്ങൊരു ഹോസ്പിറ്റലിൽ എത്തിക്കാനും ശ്രമിക്കണം. ഹീറ്റ് സ്ട്രോക്ക് സാധാരണ ചൂടത്ത് കുഴഞ്ഞു വീണ പോലെയല്ല. ഹീറ്റ് സ്ട്രോക്ക് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള പ്രാഥമിക ചികിത്സ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം. എന്നാലാണ് കോംപ്ലിക്കേഷൻസും മരണങ്ങളും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ടേക്ക് കെയർ ദിസ് സമ്മർ. ഓൾ ദ ബെസ്റ്റ്.